അപ്പോ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമാസക്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായി ന്യൂസിലൊക്കെ എതിർ പാർട്ടിക്കാരുടെ വീട്ടുകാരെ ആക്രമിച്ചു, പടക്കേറിഞ്ഞു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഇലക്ഷൻ ഈ തോൽവിയും ജയൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ജയവും പരാജയമൊക്കെ ഇതിന്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. പക്ഷെ പലരും ഇതൊരു വല്ലാത്തൊരു വൈരാഗ്യത്തോടെ ഒരുതരം പകപോക്കലായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ന്യൂസ് ചാനലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ വിമർശിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അത് കണ്ടു, അതിനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. ചില ആളെന്ന് പറയുന്നത് അധികം പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിന്റെ വഴി നേരെയല്ലെങ്കിൽ അത് വിപരീതമായ വഴി പോകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിമർശിക്കാൻ ഉള്ള സ്വാതന്ത്ര്യവും അധികാരവും. അപ്പൊ ആ വിമർശനത്തെയൊക്കെ എന്താ പറയാ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക. സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല, അതിനെ അനുഭാവപൂർവ്വം കാണുകയും അതിനുവേണ്ടി ആ വിമർശിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്തിനാണ് വിമർശിക്കുന്നത്, അപ്പൊ തിരുത്താൻ വേണ്ടിയാണ് വിമർശിക്കുന്ന ഒരു ചിന്ത വേണം. വെറുതെ ഒരാളെ ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കില്ല. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അവരെ ഒരു മൂല്യശോധി അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു പാകപ്പിഴ വരുമ്പോഴാണ് വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങളെ ആ ഒരു അർത്ഥത്തിൽ എന്തിനാണോ വിമർശിക്കുന്നത് ആ ഭാഗം കംപ്ലീറ്റ് ക്ലിയർ ആക്കുക. അതാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ എന്താ പറയുക രീതി. ഇവിടെ നേരെ തിരിച്ചാണ്. വിമർശിച്ചാൽ പോലും ആക്രമിക്കുന്ന അല്ലെങ്കിൽ അസഭ്യവർഷം പറയുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ന്യൂസ് ചാനലുകളിലൊക്കെ വല്ലാത്ത ഒരു വൈരാഗ്യത്തോടെയാണ് ജനങ്ങൾ നല്ല ചില ആളുകൾ കാണുന്നത്. രാഷ്ട്രീയമാവാം, പക്ഷെ എന്തിനും ഒരു പരിധി ഉണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയം പോകുമ്പോഴാണ് നമ്മളെ മറന്നുപോകും. അങ്ങനെ ഒരിക്കലും പാടില്ല. പൊളിറ്റിക്കൽ വേണം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എനിക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമൊന്നുമില്ല. എന്റേതായ ഐഡിയോളജി ഉണ്ട് എനിക്ക്. അത് ഏതെങ്കിലും പാർട്ടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഐഡിയോളജി ഒന്നുമില്ല. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെയും ഞാൻ അനുകൂലിക്കും. ഏതൊരു പൗരനെ പോലെ അനുകൂലിക്കുകയും നല്ലത് പറയുകയൊക്കെ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വിമർശിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യും. അതിനുള്ള അധികാരവും അതിനുള്ള സ്വാതന്ത്ര്യവും ഏതൊരു പൗരനെ പോലെ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനെ നില എനക്കെന്നല്ല ഏതൊരു പൗരനുണ്ട്. വെറുതെ വിമർശിക്കുന്നില്ല, വിമർശനത്തിന് കാരണമുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, വടകര നഗരസഭയായിട്ട് ബന്ധപ്പെട്ട്. അതിന് ഒരുപാട് ആൾക്കാർ എന്നെ നല്ല അഭിപ്രായം അറിയിച്ചു. അതിൽ വലിയ സന്തോഷം. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യം. അതിനെയും ജനാധിപത്യ രീതിയിൽ കാണുന്നു. എന്തിനാണ് വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തൊരു മൂല്യജ്യോതി സംഭവിച്ചതുകൊണ്ടാണ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും ആ ഒരു മൂല്യജ്യോതി സംഭവിച്ചുകൊണ്ടാണ് ഞാൻ അതിനെ വിമർശിച്ചത്. അപ്പൊ അക്കാര്യത്തിൽ ഉറച്ചു വെക്കുന്നതിൽ മാറ്റമൊന്നുമില്ല. ഇനിയും നെഗറ്റീവായ എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ട്, അതിലൊരു സംശയമില്ല. നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ലതെന്ന് പറയുക തന്നെ ചെയ്യും, അതിലൊരു സംശയമില്ല. രണ്ടും പറയും. അതിനുള്ള അധികാരവും അവകാശവും ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും ഏതൊരു പൗരനുണ്ട് ഈ രാജ്യത്ത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇവർ കാണിക്കണമെന്നാണ് ഞാൻ ഇവരോട് പറയുന്നത്, ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോട് പറയുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ജയവും പരാജയമൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അവസാനമായിട്ട് എനിക്ക് ഇതാ പറയാനുള്ളത്, ഇലക്ഷൻ എന്ന് പറയുന്നത് ജയം പരാജയം ഇതൊക്കെ സ്വാഭാവികമായി ഉള്ളൊരു പ്രോസസ്സാണ്. അതിനങ്ങനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കി അനുഭാവപൂർവ്വം മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് എന്താ പറയാ, നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഏത് തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കാലഘട്ടത്തിൽ. നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അത് വിനിയോഗിക്കുക, ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.